ആവേശത്തിൽ നിൽക്കുമ്പോൾ വാഗ്ദാനം കൊടുക്കരുത്. നല്ല സന്തോഷത്തിന്റെ ഇന്റൻസിറ്റി നിൽക്കുമ്പോൾ അമിതാഹ്ലാദത്തിൽ കൊടുക്കുന്ന വാഗ്ദാനങ്ങളെ ഓർത്ത് നാളെ ഖേദിക്കേണ്ടി വരും. അല്ലെ, അമിത ദുഃഖത്തിലിരിക്കുമ്പോൾ തീരുമാനം എടുക്കരുത്. അതുപോലെ എനിക്ക് കുടുംബങ്ങളിലുള്ളവരോടും പറയാനുള്ളത്, ഒരാൾ ഭയങ്കര ദേഷ്യത്തിൽ പറയുന്ന കാര്യങ്ങളെ നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കരുത്. ഒരാൾ ഭയങ്കര ദേഷ്യത്തിൽ പറയത്തില്ലേ, ഭയങ്കര ഭാര്യയും ഭർത്താവും വഴക്കുണ്ടാക്കി. അപ്പോ ഭർത്താവ് ഭയങ്കര ദേഷ്യത്തിന്റെ മൂർധന്യാവസ്ഥയിൽ നിന്ന് പറഞ്ഞു, നീ 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 ഒരു വഴി പഴച്ചവളാണ്. ദേഷ്യത്തിൽ പറഞ്ഞാണ്, സീരിയസ് ആയിട്ട് എടുക്കണ്ട. ദേഷ്യം വന്നപ്പോ പറഞ്ഞാണ്, സീരിയസ് ആയിട്ട് എടുക്കണ്ട. ജയിക്കാൻ വേണ്ടി മനുഷ്യൻ എന്തും പറയും, ഏതറ്റം വരെയും പറയും. സീരിയസ് ആയിട്ട് എടുക്കണ്ട. മനസ്സിലായി? അമിതാഹ്ലാദത്തിൽ ചിലര് ഭയങ്കര ആഹ്ലാദം ഇങ്ങനെ നിൽക്കുമ്പോ പറയും, നിന്റെ ആജീവനാന്തം നിന്റെ മുഴുവൻ സംരക്ഷണ ചെലവ് ഞാൻ ഏറ്റെടുത്തോളാം. വിശ്വസിക്കരുത്. വലിയ സന്തോഷം വന്നപ്പോ പറഞ്ഞാണ്. അതുകൊണ്ട് തീരുമാനം എടുക്കേണ്ടത് എപ്പോഴെന്നറിയാമോ? ഭയങ്കര ആഹ്ലാദത്തിൽ തീരുമാനം എടുക്കരുത്, ഭയങ്കര സങ്കടത്തിലും തീരുമാനം എടുക്കരുത്. ഒന്നെല്ലാം നോർമൽ ആവാൻ ഒരു സാവകാശം കൊടുക്കുക. എല്ലാം ഒന്ന് അടങ്ങട്ടെ, ഒന്ന് ശാന്തമാവട്ടെ, എന്നിട്ട് തീരുമാനം എടുക്കുക. അവിടെ കർത്താവിന്റെ തീരുമാനമായിരിക്കും. ആവേശത്തിൽ നിൽക്കുമ്പോൾ വാഗ്ദാനം കൊടുക്കരുത്. ആവേശത്തിൽ നിൽക്കുമ്പോൾ വാഗ്ദാനം കൊടുക്കരുത്. നല്ല സന്തോഷത്തിന്റെ